നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സെഷ്വാൻ ചിക്കൻ ആണ്. ചൈനയിലെ ഒരു പ്രോവിൻസിൻ്റെ പേരാണ് ഈ സെഷ്വാൻ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാക്കി തുടങ്ങിയ ചിക്കൻ ഇപ്പോൾ ലോകപ്രശസ്തമാണ് അല്ലേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണിത്. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴാണ് ആൾക്കാർ ഇത് സാധാരണ ഓർഡർ ചെയ്യാറ്. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ ഫ്രൈ ചെയ്താണ് സാധാരണ സെഷ്വാൻ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഈ ഓയിൽ ഒരുപാട് യൂസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു രീതിയിലാണിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഫ്രൈ ചെയ്ത് മാറ്റുന്നതേ ഇല്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം തീർച്ചയായിട്ടും. നമ്മളിനി ഇത് പ്രിപ്പയർ ചെയ്യാനാണ് പോകുന്നത്. ഇത് ചില്ലി പൗഡറാണ്. അതായത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഒരു ബൗളിലോട്ട് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ്, ഇത് വിനീഗർ അല്ല. നമ്മൾക്ക് ഈ ചില്ലി പൗഡർ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിന് എത്ര വെള്ളം വേണോ കുറച്ച് ഒഴിക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കുമ്പോൾ തന്നെ അതൊന്ന് കുതിർന്ന് ഈ പേസ്റ്റ് പരുവത്തിലാകും. ഇന്ന് സെഷ്വാൻ ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈവൻ ആയിട്ടുള്ള ഒരുപോലുള്ള കഷ്ണങ്ങളാണ് നമുക്ക് കിട്ടുക. അങ്ങനെ തന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. ഞാനിന്ന് പ്രത്യേകിച്ച് കട്ട് ചെയ്യാൻ നിന്നില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് കുറച്ച് വലുതും ചെറുതുമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനൊരു ചോപ്പറിൽ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചും എടുക്കാം. ഇനി നമ്മൾ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്തു. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ നല്ലതുപോലെ ചോപ്പറിൽ അരിഞ്ഞത് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കൈ കൊണ്ട്. എന്നിട്ട് നമ്മൾക്കൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. 10-15 മിനിറ്റൊക്കെ മതിയാവും. ചിക്കനിലേക്ക് കുറച്ച് എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പം മസാല തേച്ച് വെച്ചിരുന്ന ആ ബൗളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി നമ്മുടെ ചിക്കനിലേക്ക് ഒഴിക്കുകയാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ചിക്കൻ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കാരണം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് ആവശ്യത്തിന് വെള്ളമുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 3-4 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ വീണ്ടും തുറന്നു. ചിക്കൻ വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇപ്പം ഏറ്റവും കുറച്ച് ലോ ഫ്ലെയിമിൽ തീയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്ത് കോരുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. സാധാരണ ഷെഷ്വാൻ ചിക്കൻ ആൾക്കാർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് പതിവ്. അപ്പോൾ അത്രയും എണ്ണ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വീണ്ടും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യണം. നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. ആ ടേബിൾ സ്പൂൺ എണ്ണയിൽ നമ്മുടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നല്ലതുപോലെ ആ എണ്ണയിൽ കുക്കായിട്ടുണ്ട്. നല്ല ഫ്രൈ ചെയ്ത അതേ ചിക്കൻ്റെ മണമാണ് ഇപ്പം തന്നെ ഇതിൽ നിന്ന് വരുന്നത്. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ നിങ്ങളുടെ അല്ലാത്ത ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം. ഞാനൊരു ചിക്കൻ ഫ്രൈ റീസെൻ്റ്ലി ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് കോരുവല്ല ചെയ്തത്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ മെത്തേഡ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള നല്ലതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം. ഒരുപാട് വലിപ്പത്തിൽ വേണ്ട. നമ്മുടെ ചിക്കനിൽ ഇങ്ങനെ പെരണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കുന്നത്. അത് നമുക്ക് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു 1/4 ഭാഗം ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ
ഇഞ്ചി നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ഇടാൻ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വീണ്ടും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. നല്ലൊരു മണമാണ് ഈ വെളുത്തുള്ളി ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽ മുളക് ചതച്ചതാണ്. ഞാനൊരു 3 ചുമന്ന വറ്റൽമുളക് എടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെങ്കിൽ 4ഓളം എടുക്കാം, പക്ഷേ 3 എണ്ണം ധാരാളം മതിയാകും. ഈ മിക്സ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഞാനൊരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചിക്കൻ അധികം അളവൊന്നുമില്ലല്ലോ, 1/2 കിലോ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ക്യാപ്സിക്കം അരിഞ്ഞ് ചേർക്കേണ്ട കാര്യമില്ല. അതും ചെറുതായിട്ടൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി 1-2 ഇൻഗ്രീഡിയൻസും കൂടി നമുക്കിതിൽ ചേർക്കാനുണ്ട്. ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. എൻ്റെ കയ്യിൽ വെള്ള കുരുമുളക് പൊടിയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇത് ചേർത്തത്. ബ്ലാക്ക് കളറിലെ കുരുമുളക് പൊടി ചേർത്താലും മതി. ഇപ്പം ഞാൻ ചേർക്കുന്നത് പച്ചവെള്ളമാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് അതിലോട്ട് നമുക്ക് ചേർക്കാം. ഇനി നമ്മുടെ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ചില്ലി സോസ് ഒന്നും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നാലും ടേസ്റ്റ് കുറച്ചും കൂടെ ചില്ലി സോസ് ചേർത്താൽ കൂടും. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ആഡ് ചെയ്തത്. ഇനി 1 ഇൻഗ്രീഡിയൻറ്റും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ചിരുന്നു. ചിക്കനിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നല്ലതുപോലെ ഈ ചൂടിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇപ്പോൾ അതെല്ലാം നല്ലതുപോലെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ തേനാണ്. നിങ്ങളുടെ കയ്യിൽ തേൻ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നല്ലതുപോലെ അങ്ങ് ഇളക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള സ്പ്രിംഗ് അനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.